ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ. വെള്ളരിക്കയും പരിപ്പും കൊണ്ട് ഒരു സിമ്പിൾ നാടൻ കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന കറിയാണ്. എങ്കിൽ കൂടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം, അറിയാത്തവർക്കായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം പരിപ്പാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് ഒരു 2 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ സ്റ്റീം പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം. ഒരു വെള്ളരിക്കയുടെ പകുതിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കി നുറുക്കിയത്, 2 തക്കാളി മീഡിയം സൈസ്, 3 പച്ചമുളക് നെടുകെ കീറിയത്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച ഉള്ളി, സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. എരിവ് കുറവ് ആവശ്യമുള്ളവർക്ക് ഒരു 1/4 സ്പൂൺ ഇട്ടാലും മതിയായിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളരിക്ക വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പിടി നാളികേരം, എന്ന് വെച്ചാൽ ഒരു 1/4 മുറി തേങ്ങയിൽ കൂടുതലുണ്ടായിരിക്കും. അത്രയും നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇതിലേക്കിട്ടു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇതിവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കാണും. വെള്ളം നല്ല വറ്റിയിരിക്കുന്നു. ഇതുപോലെ വറ്റി വരണം വെള്ളം. വെള്ളരിക്ക വെന്തോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിവെള്ളം ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ വേവിക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും അടച്ചു വയ്ക്കാം. നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി എത്രത്തോളം കട്ടി ഉണ്ട് എന്ന് പരീക്ഷിക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം കൂടെ വെള്ളം ഞാൻ ആ മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് ഗ്രേവിയായി. ഇനി ഇത് ചട്ടി ആയതുകൊണ്ട് ഒന്നുകൂടെ ഉറുകി വരും. നമുക്കിത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതായത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തത് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുത്തു. കൂടാതെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് 2 എണ്ണം 4 മുറിക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. ഇതിന് കളറിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഈ മിശ്രിതം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചാൽ വെള്ളരിക്ക പരിപ്പ് കറി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി അമർത്തിപ്പോയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല നാടൻ റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ. ബായ്.